ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. അപ്പോ നമ്മൾ കഴിഞ്ഞ രാവിലത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഏതൊക്കെ അക്ഷരം? തറ, പന, പിന്നെയോ വല, മല, വര, പറ, പത, മറ, നര, ലത, പറവ. അല്ലേ? കുറെ അക്ഷരങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അത് വെച്ചിട്ട് എങ്ങനെയാണ് വേർഡ്സ് കൂട്ടി വായിക്കുന്നത് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്തൊക്കെ? ത അല്ല ത റ അല്ലേ? റാ നമ്മൾ പഠിച്ചിട്ടുണ്ട്, തായും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ തറ. നെക്സ്റ്റ് വൺ പന, പ ന പന. അടുത്തത് മ ല മല. അതിനു മുമ്പേ വലയുണ്ട് അല്ലേ? വ ല വല. അടുത്ത എന്താണ്? വര, വ ര വര. നെക്സ്റ്റ് പ റ പറ, പ ത പത, മ റ മറ, ന ര നര, ല ത ലത, പറവ. പിന്നെന്തൊക്കെ നമ്മൾ പഠിച്ചു? പയ്യെ തിന്നാൽ പനയും തിന്നാം അല്ലേ? നമ്മൾ സാവധാനത്തിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് മടിയില്ലാതെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും എത്താം അല്ലേ? അപ്പൊ എല്ലാം കൂടി കൂട്ടി ഒരുമിച്ച് വെക്കാൻ പാടില്ല അല്ലേ? കുറേശ്ശെയായി ചെയ്യണം നമ്മൾ ഓരോ കാര്യം. നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞത്? വായിക്കാം എഴുതാന്നില്ല തന്നെ എന്താ എഴുതിയത്? വേറെന്താ നമ്മൾ പഠിച്ചത്? മടിയൻ മല ചുമക്കും അല്ലേ? മടിയന്മാരാവാതെ നിക്കണം നമ്മളല്ലേ? മടിയന്മാരായാലും എന്താ? മല ചുമക്കേണ്ടി വരില്ലേ അല്ലേ ഉമ്മറെ? അതുകൊണ്ട് എന്ത് ചെയ്യണം? മടിയന്മാരാവാൻ പാടില്ല കേട്ടോ. മടിയൻ മല ചുമക്കും. ഓക്കെ, അപ്പൊ നമ്മള് എന്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? തറ, പന, വല. വായിച്ചു നോക്കിയേ മിസ്സിന്റെ കൂടെ. മല, വര, പറ, പത, മറ, നര, ലത, പറവ അല്ലേ? ഓക്കെ, അത്രയും നമ്മള് വായിച്ചു പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ആരാ ഒരാൾ വായിക്കുന്നേ? തറ പറാത് ആരാ വായിക്കുന്നേ? വായിക്കാനെല്ലാം പഠിച്ചാരാ ഉള്ളത്? ആദിശ്രീ. ഒന്ന് വായിച്ചേ ആദിശ്രീ. എല്ലാവരും വായിക്കാൻ പഠിക്കണം. ഇങ്ങനെ കൈ തൊട്ട് 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 പോണം കേട്ടോ വായിക്കുന്നത്. ഓക്കെ, താഴെയോ? മറ. നെക്സ്റ്റ് വൺ നര, ലത, പറവ. ഓക്കെ, പറവ അല്ലേ? നെക്സ്റ്റ് ആരാ വായിക്കുന്നത്? അതൊന്ന് ഓക്കെ, ഇവിടെ വൈഗ. വൈഗ വായിച്ചോ. മല, വര, പറ, പത, മറ, നര, ലത. നെക്സ്റ്റ് പറവ. പറവ അല്ലേ? എല്ലാരും നന്നായിട്ട് എഴുതി വിട്ടിട്ടുണ്ട്. കുറെ പേര് ഹോംവർക്ക് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആരാ ഇന്ന് വായിക്കുന്നത്? ഓക്കെ, ഇവിടെ അൻവിത. കൈ കുറെ ആള് പൊക്കുന്നുണ്ടല്ലേ? വായിച്ചോ അൻവിത. പ്ലീസ് അൺമ്യൂട്ട് അൻവിത. തറ, പന, വല,
വല ആ മല മല ഉം വര വര ഉം പറ പറ ഉം പത ആ മര മര ആ ഞര നര ആ ലത ആ പ പറവ പറവ ഓക്കെ പറവ ഓക്കെ നെക്സ്റ്റ് ഫാത്തിമ ജാബിർ ഫാത്തിമ ഒന്ന് വായിച്ചേ മോളെ ത റ ആ തറ തറ പ പന ആ വല വല ഉം മല മല ആ വര വര ആ ലാസ്റ്റ് ഇതാണ്ടോ ആ പറ പറ ഉം പ ത പന ആ പറ ആ നെക്സ്റ്റ് പായും തായും അല്ലെ എന്താ വായിക്കുക ആ അടുത്തതോ റ മറ ഓക്കെ ആ നര ലത ആ പറവ 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 ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് നെക്സ്റ്റ് ആരാ ഇവാന ബിജു തറ തറ പന പന ഉം, വല വല ഉം, മല മല ഉം. വര ആ പറ പറ പത പദ ഉം, മറ 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 ആ നര 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 ആ ലത 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 പറവ പറവ ഓക്കെ വെരി ഗുഡ് ഓക്കെ ഏബൽസിൻഡോ രാവിലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ മോൻ ഏബലെ ഉണ്ടായിരുന്നോ ഓക്കെ ഓക്കെ വായിച്ചോ ഏബലെ വായിച്ചേ വല മല അയച്ചു ഓക്കെ ഇതെല്ലാം വായിച്ചായിരുന്നു ഇത് വായിച്ചു കഴിഞ്ഞോ ആ വായിച്ചോ മോൻ ഓക്കെ നെക്സ്റ്റ് ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് വിദിദ്ര
വായിച്ച വിദ്യുദ്രാം അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടോ? വിദ്യുദ്രാം പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ, വായിച്ചേ. തറ, ആ പാന, വല, ആ മല, ആ വര, ആ പറ, പത, മറ, നര, നര, ആ ലത, ലത, പറവ. പറവ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് റിയാൻ. റിയാൻ പ്ലീസ് അൺമ്യൂട്ട്. അക്ഷരം മറന്നുപോയോ റിയാനെ? നായല്ലേ? ആ പന. മറന്നുപോയോ അക്ഷരങ്ങളെ? വേഗം വായിക്കും. വാ അല്ലേ? വല. ആ മല, വാ ര വര. ഓക്കെ, അടുത്തെന്താ? പറ, പത, പത്ത, വായിക്കേ. മറ, മറ. വായിച്ചേ. മറ, നര, 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 മജ, അടുത്ത ലത, ലത, വ, വ. ഓക്കെ, പറവ. കുട്ടി വായിക്കുമ്പോ എന്താ? കുട്ടി വായിക്കുമ്പോ പറവ. ഓക്കെ, വെരി ഗുഡ്. എല്ലാരും വായിക്കുന്നുണ്ടോ? എല്ലാരും വായിക്കാൻ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഒന്ന് സ്ലേറ്റ് എടുത്ത് എഴുതി നോക്കാം, അതല്ലേ? വായിപ്പിക്കാതെ കഴിഞ്ഞാൽ അവര് ദാ ഒന്ന് നോക്കിയേ. മിസ് കൂടി എഴുതാ. ആരാ ഫസ്റ്റ് ആവും നോക്കാലോ നമുക്ക്. അപ്പോ നമ്മൾ രാവിലെ തറ, പന എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? നെക്സ്റ്റ് വല. തറ മുതൽ മിസ് എഴുതാവുന്നേ. തറ. നമ്മ ഇന്ന് പഠിച്ചേ ഫസ്റ്റ് വേർഡ് അല്ലേ? തറ. നെക്സ്റ്റോ? നെക്സ്റ്റ് പന. മിസ് എഴുതുമ്പോ ചെരിഞ്ഞെല്ലാം പോകുന്നുണ്ടേ. മൗസ് കൊണ്ട്, മൗസ് ഇല്ല ഇവിടെ, കൈ കൊണ്ട് വരക്കുവാണ് കേട്ടോ. പന അല്ലേ? നെക്സ്റ്റ് വൺ എന്താണ്? വായാണ് ആദ്യം എഴുതേണ്ടത്. വല. ല എഴുതണം അല്ലേ? ഓക്കെ, വല. വായും ലായും അല്ലേ? വല. വല. നെക്സ്റ്റ് ഓക്കെ. നെക്സ്റ്റ് വേർഡ് എന്താ? ഓക്കെ, അത്രയും വേർഡ്സ് എഴുതിയോ മക്കള്? ഓക്കെ, അപ്പൊ വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ലുബാവ, നല്ല സൂപ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഫാത്തിമ, വെരി ഗുഡ്. നെക്സ്റ്റ് ആയിഷ അമാൻ എഴുതിയിട്ടുണ്ട്, വെരി ഗുഡ്.
അടുത്തത് വൈഗ, സൂപ്പർ. നെക്സ്റ്റ് ഇഷാനി, ഷാനു. ഓക്കെ, വെരി ഗുഡ്. അഭിനവേ എഴുതിയോ മോനെ? എന്താ മോളുടെ പേര്? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സൂപ്പറായി എഴുതുന്നുണ്ട് അല്ലേ? ഓക്കെ, എല്ലാരും ഡെൽവിൻ എഴുതി, ക്രിസ്റ്റി സിൻഡു എഴുതി, വിദിദ്രാം എഴുതി, ഏതൻ തോമസ് എഴുതിയോ? ഇഷാനി, ഷാനു, സിയ ഫാത്തിമ, അഭിനവ് എസ് ജേക്കബ്, ആദിയ മധു, വൈഗ, റിയാൻ ടി പി, ഏതൻ ജെ മാത്യു. രാവിലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ മോൻ? ഏതൻ, ഓക്കെ, വെരി ഗുഡ്. രാവിലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ മോൻ? യെസ്. മുഹമ്മദ് മെഹഫൂസ്. നെക്സ്റ്റ് ആദിശ്രീ, ആയിഷ മാന, ഫാത്തിമ ലുബാബ, അബ്ദുൽ ബാസിദ്, കെ ഫാത്തിമ, മെഹറിൻ, നിദാഷ പ്രണബ്. ഓക്കെ, വെരി ഗുഡ്. ക്രിസ്റ്റീസിൻഡോ അല്ല ഏബൽസിൻഡോ. അടുത്ത രാം, അൻവിത പ്രജീഷ്, മുഹമ്മദ് മെഹഫൂസ് അലി എഴുതിയോ മോനെ? ആദിശ്രീ എസ്, അബ്ദുൽ ബാസിത്ത്, ഫാത്തിമ ജാബിർ, നുഹ എഴുതിയോ? നുഹ ഓക്കെ. സിയ ഫാത്തിമ നാളെ നീറ്റിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഏതൊക്കെ എഴുതിയതെന്ന്? വര. നെക്സ്റ്റ് മലയുണ്ട് അല്ലെ? ഇതിന്റെ ഇടയിൽ മലയുണ്ട്. നമുക്ക് മല എഴുതാം. ദാ മല, മ മ മല. നെക്സ്റ്റ് വൺ ആണ് എന്ത്? വര. വര. ഓക്കെ, അടുത്തെന്താ? പറ. ഇത്ര എഴുതിയോ മക്കള്? നെക്സ്റ്റ്, അപ്പൊ ഇതൊന്ന് കളയുന്നേ. ഓക്കെ, അടുത്തത് പറ. അപ്പൊ പാ എഴുതണം ഫസ്റ്റ്. പാ എഴുതണം അല്ലെ? പ പ റ, പറ, പറ, പദ, പറ. നെക്സ്റ്റ് പായും തായും, പത. നെക്സ്റ്റ് വൺ മായ ആദ്യം എഴുതുക. മറ, മാ എന്ന് പറയുമ്പോ എന്ത് വേണം? മാ എഴുതുക ആദ്യം. മറ എന്ന് പറയുമ്പോ മാ എഴുതി. നെക്സ്റ്റ് റായാണ് എഴുതേണ്ടത് അല്ലെ? നമുക്കിനി റ, മറ. എന്തേ അഭിനവേ എഴുതി കഴിഞ്ഞോ? അഭിനവിന് മിസ്സിന്റെ റാ കാണുമ്പോ ചിരി വരുന്നല്ലേ? നല്ല റാ എഴുതിട്ടെ, നിങ്ങളെ കാണി സൂപ്പർ റാ. ഓക്കെ, മറ. നെക്സ്റ്റ് വൺ നര. ന പറഞ്ഞുകൊണ്ട് എഴുതണേ. നായാണ് നമ്മൾ എഴുതുന്നത് അല്ലെ? രണ്ട് റാ. ഇതാ ഇതിന്റെ മുകളിലെ കൂടെ തന്നെ റാ വരുമ്പോ നായായി അല്ലേ? നര. നെക്സ്റ്റ് ലത. ലാ എഴുതണം അല്ലെ ആദ്യം? ലത. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, മൂന്നക്ഷരം ഉണ്ട് അല്ലെ? പാ എഴുതണം. പ, റ, വ. പ, റ, വ, പറവ. ഓക്കെ, എല്ലാവരും സ്ലേറ്റിൽ എഴുതിയോ? അപ്പൊ നമ്മുടെ അക്ഷരദീപത്തിലും ഹോംവർക്ക് എഴുതണം കേട്ടോ. രാവിലെ പറഞ്ഞ ആ ഹോംവർക്ക് എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും വേർഡ്സ് നമ്മൾ പഠിച്ചു. തറ, പന, വല, മല, വര, പദ, പറ, മറ, നര. നെക്സ്റ്റ് ലത, പറവ. ഓക്കെ, എല്ലാ മക്കളും എഴുതാൻ പഠിച്ചോ?
എല്ലാരും എഴുതിയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, നിഷാനിക്കെല്ലാം ചിരി വരുന്നുണ്ട് അല്ലേ? നിഷാനി എല്ലാം എഴുതി പഠിച്ചോ? ആദിശ്രീ, അൻവിത എല്ലാരും എഴുതുന്നുണ്ട്. ലുബാബ, നുഹാസ്മിൻ, ഫാത്തിമ മെഹ്റിൻ, സിയ ഫാത്തിമ. ഓക്കെ, വെരി ഗുഡ്. ഏതൻ തോമസ് എഴുതിയ മോനെ? ഉമർ ജാഫർ, ക്രിസ്റ്റി സിൻഡോ, ഫാത്തിമ ജാബിർ എഴുതിയിട്ടുണ്ട് കേട്ടോ. അബ്ദുൽ ബാസിത്ത്, മുഹമ്മദ് ഷാസിർ എഴുതിയിട്ടുണ്ടോ? എവിടെ മിസ്സിനെ കാണിച്ചേ? ഓക്കെ, വെരി ഗുഡ്. ആ, അതില് കാണുന്നില്ല അല്ലേ? ഇവാന ബിജു മായിച്ചു. ആ, എഴുതിയിട്ടുണ്ട്. സൂപ്പർ. ഇവാന ബിജു. നെക്സ്റ്റ് ഏതൻ ജെ മാത്യു, ആയിഷ അമാന, പറവ. ഇവിടെ പറവയെല്ലാം എഴുതിയോ? ആ, അതാ വൈകി എഴുതിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, എല്ലാ മക്കളും എഴുതുന്നു. ആദിശ എഴുതിയോ? ആദിശേ? ആ, വെരി ഗുഡ്, വെരി ഗുഡ്. മല, പറവ. ലാസ്റ്റ് വൺ എവിടെ? പറവ. ലാസ്റ്റിലതോ ഒന്നുകൂടി കാണിച്ചു തരണോ? നിഡാഷ എഴുതിയോ? ആ, വെരി ഗുഡ്. ആദിയ എഴുതി, വെരി ഗുഡ്. അഭിനവേ? ഏതൻ തോമസിന്റെ മിസ് കണ്ടില്ലല്ലോ, ഒന്ന് കാണിച്ചു തന്നെ. എഴുതിയോന്ന്? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഡെൽവിൻ എഴുതിയിട്ടുണ്ട്. റിയാൻ എഴുതിയോ? അബ്ദുൽ ബാസിത്തെ എന്തായിടാ? മുഹമ്മദ് മെഹഫൂസ് അലി ഒന്നും എഴുതുന്നില്ലേ? ഷാസിലെ എഴുതിയ മോനെ? റായും രായും തായും എല്ലാം ഒക്കെ പഠിച്ചോ? ഓക്കെ. ആ, വല, മല, പന, പറവ. ഓക്കെ, വെരി ഗുഡ്. ഫാത്തിമ എഴുതിയോ? ഫാത്തിമ കുട്ടി. ലുബാബ? ഓക്കെ. ഇവാന ബിജു എഴുതിയോ മോളെ? ഓക്കെ, വെരി ഗുഡ്. സിയ നല്ല നീറ്റില് നല്ലപോലെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു അല്ലേ? നെക്സ്റ്റ് നമുക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയോ നിങ്ങൾക്ക്? അടുത്ത പേജിൽ എന്താണെന്ന് നോക്കിയേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് എന്താണ് പിക്ചർ നോക്കിയേ? ആരാ ഉള്ളത് ആ പിക്ചറില്? ടെക്സ്റ്റ് ബുക്കില് 12ാമത്തെ പേജ് എടുത്ത് നോക്കിയേ. ഒരു കുഞ്ഞി പൂച്ചയുണ്ട് അല്ലേ? ഒരു കുറിഞ്ഞി പൂച്ച. പൂച്ചയാണോ അത്? കണ്ടിട്ടുണ്ടോ നിങ്ങള് പൂച്ചേന? കാറ്റിനെ കാണാറുണ്ടോ എല്ലാവരും? ആ, അൻവിത കണ്ടിട്ടുണ്ടല്ലേ അൻവിത? പിന്നെ ആരൊക്കെ കണ്ടിട്ടുണ്ട്? എല്ലാവരുടെ വീട്ടിലും ഉണ്ടോ പൂച്ച? ഉണ്ടോ? ആ, ആദിശ് പറഞ്ഞു എന്റെ വീട്ടിലുണ്ട് അല്ലേ ആദിശേ? ആ, എന്താ അതിന്റെ പേര് ആദിശേ? ആ, ദസിയ കുട്ടിയുടെ വീട്ടിലുണ്ട്, നിഡാഷയുടെ വീട്ടിലുണ്ട്, ക്രിസ്റ്റി സിൻഡോയുടെ വീട്ടിലുണ്ട്, ഫാത്തിമ മെഹറിന്റെ വീട്ടിലുണ്ട്, റിയാന്റെ വീട്ടിലുണ്ട്. എല്ലാരും കൈവെക്കുന്നുണ്ട്. ലുബാബയുടെ വീട്ടിലുണ്ട് അല്ലേ? അബ്ദുൽ ബാസിദിന് ഇല്ലേ? അബ്ദുൽ ബാസിദേ കുഞ്ഞിപ്പൂച്ചയൊന്നും ഇല്ല അല്ലേ? ഷാസിലിന്റെ വീട്ടിലുണ്ട്, ഇവാന ബിജുന്റെ അല്ലേ? ആ, എല്ലാരും സ്നേഹിച്ചു വളർത്തുന്ന പൂച്ചന്റെ. ഏതെന്റെ ഇല്ലേ? ഏതൻ? ഓക്കെ. ഡെൽവിൻ ഉണ്ട്? ഡെൽവിൻ? ഓക്കെ, അപ്പൊ കുറിഞ്ഞിപ്പൂച്ച അതാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? ഇനി കുറിഞ്ഞിപ്പൂച്ച, പേജ് നമ്പർ 12 കുറിഞ്ഞിപ്പൂച്ച. എന്താ ഹെഡിങ് അതിന്റെ? കുറിഞ്ഞിപ്പൂച്ച അല്ലേ? എന്താണ്? എന്റെ കുറിഞ്ഞിപ്പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച, കൺമഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിതൾ പോലൊരു നാവ്, പൂങ്കുല പോലൊരു വാല്. എന്റെ കുറിഞ്ഞിപ്പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച അല്ലെ? എങ്ങനെയൊക്കെയുള്ള പൂച്ചനെയാ പറഞ്ഞേ? വിദ്യുദ്രാമേ സൂപ്പറായി എഴുതിയിട്ടുണ്ട്, കണ്ടു മിസ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് അൻവിതൊക്കെ പറയാനുള്ളത്? അൻവിത പറഞ്ഞോ, മോള് പറഞ്ഞോ. ഒന്നുമില്ലേ? ഇല്ലേ അൻവിത? നെക്സ്റ്റ് ആർക്കൊക്കെ എന്തൊക്കെയോ പറയണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇതിനെ പറ്റിയാണോ? ആ, പറഞ്ഞോ. എന്റെ കുഞ്ഞി പൂച്ച
അന്തസ്സുള്ളൊരു പൂച്ച കൺമഷി പോലെ കറുപ്പ് കണ്ണുകൾ രണ്ടും മഞ്ഞ പൂവിതൾ പോലൊരു നാവ് പൂങ്കുല പോലൊരു വാല് എന്റെ കുറിഞ്ഞിപ്പൂ എന്റെ കുറിഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച. ഓക്കെ അൻവിതൻ ഇത് ആരാ പഠിപ്പിച്ചേ? അമ്മ അച്ഛനും. അമ്മ അച്ഛനും എല്ലാം പഠിപ്പിച്ചു വെച്ചു അല്ലേ? ആ ഫസ്റ്റ് പാടുന്നതുകൊണ്ട് എല്ലാരും പഠിച്ചു വെച്ചു ഇവിടെ അല്ലേ അൻവിത? ആ അപ്പൊ പൂച്ചനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞു തന്നത് അമ്മ? അത് കേക്കട്ടെ. എന്തെങ്കിലും പറഞ്ഞു തന്നോ? ഇല്ലേ? എങ്ങനെയുള്ള പൂച്ചയാണെന്നാ പറഞ്ഞേ? അന്തസ്സുള്ള പൂച്ചയാണെന്ന് പറയുന്നുണ്ട് അല്ലേ? ആ പിന്നെന്താ പറഞ്ഞേ? കൺമഷി പോലെ കറുത്തിട്ടാണെന്ന് പറഞ്ഞു അല്ലേ? കൺമഷി കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? അഞ്ജനം കൺമഷി എന്താ അത്? ആ ഇവിടെ കണ്ണിലൊക്കെ എഴുതുന്നത് അല്ലേ? ആ സുന്ദരിയൊക്കെ ആവാൻ വേണ്ടി എല്ലാരും സുന്ദരനും ഒക്കെ ആവാൻ വേണ്ടി കുഞ്ഞുങ്ങളെല്ലാരും കണ്ണെഴുതലുണ്ട് അല്ലേ? ആ സുന്ദരൻ സുന്ദരി എന്നൊന്നുമില്ല, കുഞ്ഞു മക്കൾ കണ്ണെഴുതാറുണ്ട് അല്ലേ? ഓ അപ്പോ അതാണ് കൺമഷി. കൺമഷി എങ്ങനെയാ? ബ്ലാക്ക് കളറാണല്ലേ? അല്ലേ നിരാശ? നിരാശ കണ്ണിങ്ങനെ ചിമ്മയൊക്കെ കൺമഷി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അല്ലേ? മെഹഫൂസേ, മെഹഫൂസ് ഇടാറുണ്ടോ കൺമഷി? ഉണ്ടോ? ഫാത്തിമ മെഹറിൻ ഇടാറുണ്ടോ അല്ലേ? ഫാത്തിമ ജാബിർ ഇടാറുണ്ടോ? അതാ ഉണ്ടോ? ഇടാറുണ്ട് അല്ലേ? ഷാസിൽ ഇടാറുണ്ടോ? ഷാസിലെ ആയിഷക്കുട്ടി ഇടാറുണ്ട്. നെക്സ്റ്റ് ഡെൽവിൻ ഒന്നിനും ഇല്ല അല്ലേ ഡെൽവിൻ? അപ്പൊ കൺമഷി സിയ ഫാത്തിമ ചെയ്യാറുണ്ടല്ലേ? ആ മിസ് കണ്ടു കേട്ടോ. ആദിയ കുട്ടിയുണ്ട്, വൈകിയുണ്ട്, എല്ലാവരും മിസ് എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ. അപ്പോ എങ്ങനെയാ പറഞ്ഞത്? കൺമഷി പോലെ കറുപ്പ് അല്ലേ? കൺമഷി എങ്ങനെയാ? കറുത്തിട്ടാണ് അല്ലേ? ബ്ലാക്ക് കളറാണ്. അതുപോലെ കണ്ടോ കറുത്ത നമ്മുടെ പിക്ചറിലുള്ള ആളെ കണ്ടോ നിങ്ങള്? കറുത്ത പൂച്ചയാണ് അല്ലേ? ആ പിന്നെയോ കണ്ണുകൾ രണ്ടും മഞ്ഞ. മഞ്ഞ കളർ അറിയോ നിങ്ങക്ക്? യെല്ലോ. യെല്ലോ കളർ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ? യെസ് ഓക്കെ. അപ്പോ കണ്ണുകൾ രണ്ടും മഞ്ഞ. പിന്നെ എന്താ പറഞ്ഞേ? പൂവിതൾ പോലൊരു നാവ്. നാവ് നീട്ടിയിട്ടുണ്ടല്ലേ? ആ നാവ് എല്ലാരും ഒന്ന് നീട്ടി കാണിച്ചേ മിസ്സിനെ നോക്കട്ടെ എവിടെ നാവുണ്ടോന്ന്. ഓക്കെ ഉണ്ട് അല്ലേ എല്ലാവർക്കും? ആ അതുപോലെ കണ്ടോ പൂച്ചക്കുഞ്ഞ് അവിടെ നാവ് ഇങ്ങനെ നീട്ടിയിട്ടുണ്ട്. എങ്ങനെയാ അത്? പൂവിതൾ പോലൊരു നാവ്. പൂവിന്റെ ഇതള് പോലെയാണ് ഉള്ളത് അല്ലേ? ഓക്കെ അപ്പോ യെസ് എന്താണ് പറഞ്ഞോളൂ. പിന്നെ എന്റെ അടുത്ത് പൂച്ച ഉണ്ടായിരുന്നു. ആര്? ആരായി പായിച്ചാള്? അമ്മയാണോ? ആ അമ്മയാണ് പൂച്ച ഉണ്ടാവും നിങ്ങൾ തിന്നുന്ന ഭക്ഷണത്തിലെല്ലാം കൊണ്ടുപോയി മൂകം കുത്തുന്നല്ലേ? അതിന് കട്ടെടുക്കില്ലേ നിങ്ങൾ ഇങ്ങോട്ട് തിരിയുമ്പോ അല്ലേ? അതുകൊണ്ടാണ് പൂച്ചേനെല്ലാം മാറ്റി പായിച്ചിട്ടുണ്ടാവുക അമ്മ അല്ലേ? ആ അപ്പൊ പൂവിതൾ പോലൊരു നാവ്. എങ്ങനെയാ പൂവിന്റെ ഇതള്? നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലേ? ആ നെക്സ്റ്റ് എന്താ? പൂങ്കുല പോലൊരു വാല്. പിക്ചറിൽ കാണുന്നുണ്ട് നമ്മള് പൂച്ചയുടെ വാലൊക്കെ. പൂങ്കുല പോലൊരു വാല്. പിന്നെന്താ ആദ്യം പറഞ്ഞേ? എന്റെ കുറിഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച. ഏതെന്റെ അനിയനോ അനിയത്തിയോ ആരോ വന്നു കേട്ടോ പാട്ട് കേൾക്കാൻ വേണ്ടി, പൂച്ചേനെ കാണാൻ വേണ്ടി അല്ലേ? ഏതൻ വന്നോട്ടെ, അവിടെ ഇരുന്നോട്ടെ മോൻ, കുഴപ്പമില്ല കേട്ടോ. എന്താണ് ഏതൻ? ഓ ഒന്നുകൂടി അത് മിസ് പാടാ. കുറിഞ്ഞിപ്പൂച്ച എന്നാണ് ഇതിന്റെ പേര്. നമ്മൾ വിദ്യാലയം പഠിച്ചു, പൂന്തോട്ടം പഠിച്ചു. കൺമഷി പോലെ കിടപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂങ്കൊല പോലെ വാല്, പൂവിതൾ പോലെ നാവ്, എന്റെ കുറിഞ്ഞി പൂങ്കൊല പോലെ വാല്, എന്റെ കുറിഞ്ഞി അന്തസ്സുള്ള പൂച്ച. ഓക്കെ വെരി ഗുഡ്. എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ട് കള്ളന്മാർ അല്ലേ? എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇപ്പൊ പാടാൻ അറിയാൻ തോന്നുന്നു അല്ലേ? ഓക്കെ അപ്പോ
എന്റെ കുറിഞ്ഞിപ്പൂച്ച അന്തസ്സുള്ള ഒരു പൂച്ച അല്ലേ. അപ്പൊ നമ്മളിപ്പോ കുറിഞ്ഞിപ്പൂച്ചയിലാണ് എത്തി നിൽക്കുന്നത്. അപ്പൊ എന്തൊക്കെ ചെയ്യണം നിങ്ങള് വിദ്യാലയത്തിലേക്ക് പോയി വിദ്യാലയത്തിലുള്ള ഒരുപാട് ആളെ പരിചയപ്പെട്ടു. അപ്പൊ മറന്നു പോകരുത് കേട്ടോ. പുതിയ പുതിയ പാട്ടുകൾ പഠിക്കുന്ന സമയത്ത് നമ്മള് പഴയ കാര്യങ്ങള് അതാണ് മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓർത്തോണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് പൂന്തോട്ടം അല്ലേ. എങ്ങനെയാ നട്ട് നനച്ച് വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം നമ്മൾ പഠിച്ചു അല്ലേ. നെക്സ്റ്റ് എന്റെ കുറിഞ്ഞിപ്പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച, കൺമഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിതൾ പോലൊരു നാവ്, പൂങ്കുല പോലൊരു വാല്. എന്റെ കുറിഞ്ഞിപ്പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുക അടുത്ത ക്ലാസ്സിലേക്ക്? എല്ലാരും പാട്ട് പഠിച്ചിട്ട് വരണേ. ഇപ്പം തന്നെ പഠിച്ചവരുണ്ടല്ലേ. ഓക്കെ. പഠിക്കോ മക്കളെല്ലാവരും? വായിച്ചു നോക്കുവോ എല്ലാവരും? രസാണോ? ഓക്കെ. വൈകേരെ കൂടിയില്ല കുഞ്ഞു പറഞ്ഞു ഞാൻ പഠിക്കാന്നല്ലേ. അല്ലേ വൈക? ഓക്കെ. അപ്പൊ നമ്മൾ കുറിഞ്ഞിപ്പൂച്ചയില് എത്തി നിൽക്കുവാണേ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ട് വരണ എല്ലാവരും. ഓക്കെ. അതുപോലെ തന്നെ തറ, പന, വല, മല, വര, നെക്സ്റ്റ് പദ, പറ, മറ, നര, ലത, പറവ. ഇത്രയും വേർഡ്സുകൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ. എല്ലാ മക്കളും എന്ത് ചെയ്യണം? ഓർമ്മിച്ചോണ്ടിരിക്കണം. സ്ലേറ്റ് എടുത്ത് എഴുതിക്കൊണ്ടിരിക്കുക അല്ലേ. വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. അല്ലേ? നല്ല മക്കളല്ലേ നിങ്ങള്? ഓ, എല്ലാരും പഠിപ്പിക്കാത്ത പാട്ട് വരെ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് ഫാത്തിമ, പഠിക്കുവല്ലേ? ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാരും പഠിക്കും. റിയാൻ പഠിക്കും അല്ലേ. അഭിനവ് പഠിക്കും. ഓക്കെ. ഷാസിൽ പഠിക്കും. ഓക്കെ. ഇവിടെ എല്ലാവരും പഠിക്കില്ല അല്ലേ. ഓക്കെ. നമ്മുടെ സമയം കഴിയാറായേ. അപ്പൊ അടുത്ത ദിവസം കാണാം. എപ്പോഴാണ്? വെഡ്നെസ്ഡേയിൽ നമുക്ക് കാണാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ, സി യു, ബൈ. നെക്സ്റ്റ് വീക്കിലേ കാണും കേട്ടോ. ഓക്കെ, ബൈ ബൈ. ഓക്കെ, ബൈ.